യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിച്ചു വഴി നടത്തുന്ന നല്ല ദൈവമേ, ഞങ്ങളിപ്പോൾ ധ്യാനിക്കുന്ന തിരുവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. കേൾക്കുന്ന എല്ലാവരോടും സംസാരിക്കുന്ന അടിയനോട് നിൻ കൃപ നൽകണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, സ്വർഗീയ നല്ല ദൈവമേ, ആമേൻ. യേശു കർത്താവ് ലോകത്തിലുള്ള മനുഷ്യർക്ക് വേണ്ടി ക്രൂശുമരണം ഏറ്റു എന്ന് പറയുമ്പോൾ ദൈവവിശ്വാസമില്ലാത്ത ഒരു മനുഷ്യൻ അതെങ്ങനെ സാധിക്കും എന്നാണ് എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കുറ്റപ്പെടുത്തും. ദൈവം എല്ലാ മനുഷ്യർക്ക് വേണ്ടി മനുഷ്യരായിട്ട് ജനിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യമാണ് ഈ മനുഷ്യന് എപ്പോഴും ഉണ്ടായിരുന്നത്. എന്നാൽ ഒരു രാത്രി സമയം നല്ല കാറ്റും മലയും ഉള്ളപ്പോൾ ഈ മനുഷ്യൻ തൻ്റെ ഭവനത്തിലിരുന്ന് TV കാണുകയാണ്. ആ ബലത്ത കാറ്റിലും മഴയിലും കുറേ പക്ഷികൾ മൈഗ്രേഷൻ ചെയ്തു വന്നപ്പോൾ എവിടേക്ക് പോകണം എന്ന് സ്ഥലം അറിയാതെ പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷികൾ കുറേ ഉണ്ടായിരുന്നു. ഈ പക്ഷികളുടെ ശബ്ദമൊക്കെ കേട്ട് എന്താണ് പക്ഷികളൊക്കെ ഇങ്ങനെ പറക്കുന്നത് എന്ന ഒരു ചോദ്യത്തോടെ ഭവനത്തിൻ്റെ പുറത്ത് വന്ന് നോക്കി ഈ മനുഷ്യൻ. കുറേ പക്ഷികളായിരുന്നു. എവിടേക്ക് പോകണം, ഏതാണ് തങ്ങളുടെ സ്ഥലം എന്നറിയാതെ കുറേ വിദേശത്തിലുള്ള പക്ഷികളാണ് അവിടെ പറന്നുകൊണ്ടിരുന്നത്. ഈ പക്ഷികൾക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലം ഒരുക്കണം എന്ന് വിചാരിച്ച ഈ മനുഷ്യൻ പുറത്ത് വന്ന് അവർക്ക് വഴി കാട്ടുകയാണ് ചെയ്തത്. എന്നാൽ ഈ മനുഷ്യനെ കണ്ട ഈ പക്ഷികളൊക്കെ പേടിച്ച് വീണ്ടും പറക്കുകയാണ് ചെയ്തത്. എന്ത് ചെയ്യും എന്ന് വിചാരിച്ച ഈ മനുഷ്യൻ ആ പക്ഷികളെ പോലെ തന്നെ ഡ്രസ്സൊക്കെ ചെയ്ത് ആ പക്ഷികളെ പോലെ തന്നെ പറക്കാനൊക്കെ ശ്രമിച്ച് ആ പക്ഷികൾക്ക് ഒരു നല്ല സ്ഥലം വഴികാട്ടുകയാണ് ചെയ്തത്. എന്നാൽ തങ്ങളെപ്പോലെ ഒരു പക്ഷിയാണ് എന്ന ആ മനുഷ്യനെ കുറിച്ച് ചിന്തിച്ച ഈ എല്ലാ പക്ഷികളും ഈ മനുഷ്യൻ കാട്ടിത്തന്ന വഴിയെ പിന്തുടർന്ന് ആ മനുഷ്യൻ്റെ ഒരു ഷെഡ് പോലെ ഇരുന്ന ഒരു സ്ഥലത്തിലേക്ക് എത്തിച്ചേർന്നു. അന്ന് രാത്രി മനുഷ്യൻ മനസ്സിലാക്കിയ സത്യം ഇതായിരുന്നു: ദൈവം മനുഷ്യ അവതാരം എടുത്ത് മനുഷ്യ ലോകത്തിന് വേണ്ടി ജനിച്ചത് യഥാർത്ഥമാണ്. ദൈവം നമ്മളുടെ പാവങ്ങളെല്ലാം രക്ഷിക്കുന്നുവെന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ല. നമ്മെപ്പോലെ തന്നെ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് ക്രൂശുമരണം ഏറ്റു എന്ന് പറയുമ്പോഴാണ് നമുക്ക് ആ സത്യം മനസ്സിലാക്കും. അതാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് അന്ന് ആ രാത്രി ആ മനുഷ്യൻ മനസ്സിലാക്കി. നോൻപിൽ 5-ാം ഞായർ, കഷ്ടാനുഭവ ഞായർ, സഭ നമുക്ക് നൽകിയിരിക്കുന്ന വിഷയം ക്രോസ് മാനിഫെസ്റ്റേഷൻ ഓഫ് ഗ്രേസ്. കുരിശ് കൃപയുടെ സാക്ഷാത്കാരം. കുരിശ് എന്ന് പറയുമ്പോൾ അത് കഷ്ടാനുഭവത്തിൻ്റെ, കഷ്ടപ്പാടിൻ്റെ അടയാളം മാത്രമല്ല, ഒരു കൃപയുടെ വലിയ മാതൃക കൂടിയാണ്. ദൈവകൃപയുടെ വലിയ പ്രകടനമാണ് ക്രൂശ്. ദൈവനീതിൻ്റെയും സ്നേഹത്തിൻ്റെയും വിഭജനമാണ് കുരിശ്. മനുഷ്യരാശിൻ്റെ പാപത്തിനു വേണ്ടി യേശു കർത്താവ് കുരിശ് വഹിച്ചതിനെയും അതിലൂടെ നമ്മൾ എല്ലാവർക്കും ഒരു വിശ്വാസവും നീതിയുമുള്ള ഒരു പുതിയ ജീവിതം കർത്താവ് കൊടുത്തു എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് കുരിശ്. മാർട്ടിൻ ലൂതർ പറഞ്ഞതുപോലെ, ഗ്രേസ് ഇസ് ഫ്രീലി ഗിവൻ ടു ദ മോസ്റ്റ് അൺഡിസേർവിംഗ് ആൻഡ് അൺവർത്തി. ഗ്രേസ് ഇസ് ഫ്രീലി ഗിവൻ ടു ദ മോസ്റ്റ് അൺഡിസേർവിംഗ് ആൻഡ് അൺവർത്തി. കൃപ എന്നത് നേടിയെടുക്കുന്നതല്ല, അത് ദൈവം നൽകുന്ന ദാനമാണ്. എന്നാൽ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ചില കാര്യങ്ങളെന്ന് ചിന്തിക്കാം. ആദ്യമായിട്ട് പുനഃസ്ഥാപിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന കൃപ. പുനഃസ്ഥാപിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന കൃപ. മിഹാ പ്രവാചകന്റെ പുസ്തകം യഹൂദയിലും ഇസ്രായേലിലും ദുഷ്ടനുഭവങ്ങൾ നിറഞ്ഞിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് എഴുതപ്പെട്ടത്. ഇതിൻ്റെ അവസാന അധ്യായമായ 7-ാം അധ്യായം ന്യായവിധിയുടെ അവസാനിക്കുന്നില്ല, മറിച്ച് ഇവിടെ ഒരു പ്രത്യാശ, പുനഃസ്ഥാപനം, ദൈവത്തിൻ്റെ കൃപ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പ്രത്യേകിച്ച് ഇതിൻ്റെ 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിൻ്റെ ക്ഷമയെ കുറിച്ചും ദൈവത്തിൻ്റെ കൃപ ഇതിനെക്കുറിച്ചുമാണ് അവിടെ പറയുന്നത്.
മീഹ പ്രവാചകൻ. മീഹ എന്ന പേരിൻ്റെ അർത്ഥം യഹോവ പോലെ ആരുണ്ട്. എന്നാൽ യഹോവ പോലെ ആരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ യഹോവയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയുന്നത് ദൈവം കൃപ നിറഞ്ഞവനാണ് എന്നാണ് അവിടെ വചനം 18 പറയുന്നത്. ദൈവത്തിൻ്റെ കൃപ എന്തു ചെയ്യും? ദൈവത്തിൻ്റെ കൃപ പുനഃസ്ഥാപിക്കുന്നു. വചനം 15 ഇങ്ങനെയാണ്: നീ മിസ്രയീമിൽ ദേശത്തിൽ നിന്ന് പുറപ്പെട്ട് കാലത്തെ പോലെ ഞാൻ അവനെ അത്ഭുത കാര്യങ്ങൾ കാണാൻ അവർക്ക് കൃപ ലഭിക്കും എന്നാണ് ആ വചനം അവിടെ നമുക്ക് പറയുന്നത്. പുനഃസ്ഥാപിക്കുന്ന പ്രവൃത്തി മാത്രമല്ല ദൈവത്തിൻ്റെ കൃപ. വചനം 19 പറയുന്നത് പോലെ ദൈവത്തിൻ്റെ കൃപ എല്ലാവർക്കും ക്ഷമ നൽകുന്നു. ഈ ക്ഷമ എന്നത് പൂർണ്ണമായ ഒരു ക്ഷമ, പൂർണ്ണമായ ഒരു ഫർഗീവ്നെസ് ആണ്. പിന്നീട് ഓർത്ത് കുറ്റപ്പെടുത്തുന്ന ഒരു ക്ഷമ അല്ല, പിന്നീട് ഓർത്ത് ശിക്ഷ നൽകുന്ന ഒരു ക്ഷമ അല്ല ദൈവത്തിൻ്റെ ക്ഷമ. ന്യായവിധിയാൽ ശിക്ഷ അനുഭവിക്കാൻ യോഗ്യമുള്ള ചില വ്യക്തികൾക്കാണ് മീഹ പ്രവാചകനിലൂടെ ദൈവം ഇവിടെ ക്ഷമയും പുനഃസ്ഥാപനം ചെയ്യും എന്ന വാഗ്ദത്തവും ലഭിക്കുന്നു. രണ്ടാമതായിട്ട് സൗഖ്യം നൽകുന്ന കൃപ. സൗഖ്യം നൽകുന്ന കൃപ. മർക്കോസ് 10 അധ്യായത്തിൻ്റെ 46 മുതൽ 52 വാക്യങ്ങളിൽ ബർത്തിമ എന്ന കുരുടനായ യാചകനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ബർത്തിമ എന്ന കുരുടൻ തൻ്റെ ആവശ്യമെന്നാണ്, ദൈവം ആരാണ് എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് 48 വചനത്തിൽ അദ്ദേഹം യേശു കർത്താവ് അവിടെ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ദൈവപുത്ര എന്നോട് കരുണ തോന്നണമേ, ദൈവപുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. എന്നാൽ ഇങ്ങനെ നിലവിളിക്കുന്നത് ഒരു സാധാരണ റിക്വസ്റ്റ് ആയിട്ടല്ല നമുക്ക് കണക്കാക്കേണ്ടത്. അതൊരു അർജൻസിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇദ്ദേഹം ഇങ്ങനെ നിലവിളിച്ചപ്പോൾ 49 വചനം പറയുന്നു, യേശു അവിടെ നിന്നു. ഇതിൻ്റെ അർത്ഥം യേശു ആ നിലവിളി കേട്ടു. ആ ബർത്തിമ എന്ന കുരുടൻ്റെ പ്രയാസം കർത്താവ് അവിടെ മനസ്സിലാക്കി. പിന്നീട് യേശു കർത്താവ് ആ മനുഷ്യനെ അവിടെ വിളിക്കാനാണ് പറഞ്ഞത്. ഞാൻ നിനക്ക് എന്ത് ചെയ്യണം എന്നുകൂടിയാണ് കർത്താവ് അവിടെ ചോദിക്കുന്നത്. ഈ ഒരു മനുഷ്യൻക്ക് വേണ്ടിയാണ് കർത്താവ് അവിടെ നിന്ന് അദ്ദേഹത്തിനോട് സംസാരിക്കുകയും അദ്ദേഹത്തിന് സൗഖ്യം നൽകുകയും ചെയ്തു. എന്നാൽ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം സ്നേഹവും കൃപയുമാണ്. വചനം 52 പിന്നീട് പറയുന്നത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറയുമ്പോൾ കർത്താവ് അവിടെ വിശ്വാസത്തെ അംഗീകരിക്കുന്നു. ദൈവത്തോട് ബന്ധം പുലർത്തണം, അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൽ നന്നായിട്ട് വളരണം എന്ന് പറയുമ്പോൾ അവിടെ വിശ്വാസം വളരെ പ്രധാനമാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഇത്. 1 പത്രോസ് 2 അധ്യായത്തിൻ്റെ 17 മുതൽ 24 വാക്യങ്ങളിൽ ക്രൂശിൽ യേശു കർത്താവിൻ്റെ വലിയ മാതൃകയാണ് അവിടെ കാണിക്കുന്നത്. യെശയ്യാവ് പ്രവാചകന്റെ വാക്കുകളിലൂടെയാണ് അതവിടെ ഓർമ്മപ്പെടുത്തപ്പെടുന്നത്. പാപം ചെയ്തിട്ടില്ലാത്തവൻ, വായിൽ വഞ്ചന ഉണ്ടായിട്ടില്ലാത്ത കർത്താവ്, അപമാനിക്കപ്പെട്ടപ്പോൾ പ്രതികാരം ചെയ്തിട്ടില്ലാത്ത കർത്താവ്, കഷ്ടപ്പെട്ടപ്പോൾ ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്ന്, തനിക്ക് കഷ്ടാനുഭവങ്ങളൊക്കെ വന്നപ്പോൾ അത് ക്ഷമയോടെ സഹിച്ചു എന്നാണ് അവിടെ പറയുന്നത്. ആർക്ക് വേണ്ടിയായിരുന്നു? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവ് ആ കുരിശുമരണം ഏറ്റു. ഇതാണ് ദൈവകൃപ എന്ന ഓർമ്മപ്പെടുത്തലാണ്. ഇവിടെ 1 പത്രോസ് 2 അധ്യായത്തിൽ പറയുന്നത്, ദൈവത്തിൻ്റെ കൃപ കർത്താവിൻ്റെ മരണത്തിലൂടെ നമുക്ക് കൊടുത്തപ്പോൾ ഈ ദൈവത്തിൻ്റെ കൃപ മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ ഉള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. കർത്താവിൻ്റെ യഥാർത്ഥ ശിഷ്യരായി ജീവിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി പോരാടുമ്പോൾ ഇത്ര പ്രയാസങ്ങൾ, കഷ്ടാനുഭവം ഉണ്ടാകും. എന്നാൽ ആ കഷ്ടാനുഭവങ്ങളെ ക്ഷമയോട് നേരിടാൻ നമുക്ക് പഠിക്കണം. അപ്പോഴാണ് ദൈവകൃപ മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ നമുക്ക് സാധിക്കുന്നത്. അത്തരം
പ്രയാസങ്ങളും കഷ്ടാനുഭവങ്ങളും ഉള്ളപ്പോൾ ദൈവം എൻ്റെ കൂടെയുണ്ട്, ദൈവം എനിക്ക് സൗഖ്യം നൽകും എന്ന വിശ്വാസത്തിലൂടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.